യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നുവരുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്നത്തെ പ്രഭാത ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മൾ യെശയ്യാ പ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല, നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിൽ നിന്നും ചിന്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്രായേൽ ജനം ദൈവത്തെ മറന്ന് മറ്റ് രാജ്യങ്ങളെ ആശ്രയിപ്പാനും അന്യ ദൈവങ്ങളിലേക്കും തിരിഞ്ഞ സമയത്ത് ദൈവം അവരോട് തൻ്റെ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച് അവരെ മടക്കിക്കൊണ്ടുവരുന്നതായ ഒരു മനോഹരമായ അധ്യായമാണ് ഈ യെശയ്യാ പ്രവചനം 30-ാം അധ്യായം. നോക്കിക്കേ, ദൈവത്തിൻ്റെ ആ വാത്സല്യം. നമ്മൾ എത്രത്തോളം തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു അപ്പൻ്റെ സ്നേഹം പോലെ ദൈവത്തിൻ്റെ സ്നേഹം അപ്പോഴും നമ്മോടുണ്ട്. നാം മടങ്ങി വരേണ്ടതിന് വേണ്ടി ദൈവം കാത്തിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു മുടിയനായ പുത്രൻ്റെ ആ ഉപമ പറയുമ്പോഴും താൻ ദൈവത്തെ ചിത്രീകരിക്കുന്നത് സ്നേഹവാനായൊരു പിതാവായിട്ടാണ്. അതുപോലെയാണ് നമുക്കിവിടെയും ദൈവത്തെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ദൈവം നമ്മെ എന്നേക്കും മറന്നുപോയെന്നോ, എന്നേക്കും ദൈവം നമ്മെ ദുരിതത്തിലേക്കോ കഷ്ടത്തിലേക്കോ തള്ളിയിട്ടുവെന്ന് ആരും വിചാരിക്കരുത്. മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങൾ ചെയ്യും, നമ്മെ വിടുവിക്കുമെന്നുള്ളത് നാം ഒരിക്കലും മറന്നുപോകരുത്. ഇവിടെ യഹോവയായ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ യഹൂദ ജനങ്ങളോട് അറിയിക്കുന്നതായ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും. നമ്മളിങ്ങനൊരു അപ്പത്തെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ കേട്ടിട്ടില്ല. എന്നാൽ ഈ പറയുന്നതായ പദപ്രയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും? നമുക്കറിയാം, നാം ആഹാരം കഴിക്കുന്നത്, അപ്പം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടതായ എല്ലാ പോഷക ഗുണങ്ങളും ഈ അപ്പത്തിലും അതേപോലെ തന്നെ ഈ വെള്ളത്തിലും അടങ്ങിയിരിക്കുന്നു. ജീവിതത്തിൽ ഈ ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നമ്മൾ കഴിക്കുന്നതായ അപ്പമാകട്ടെ വെള്ളമാകട്ടെ ഇതൊന്നും നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കത്തില്ല. നമുക്ക് ഒരു ശരീരം ഉള്ളതുപോലെ തന്നെയാണ് നമുക്ക് ഒരു സ്വഭാവമുള്ളത്. സ്വഭാവം വൈകൃതമായിരുന്നാൽ ശരീരം എത്രത്തോളം നല്ലതാണെന്നോ ആരോഗ്യമുള്ളതാണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന ഒന്നാണ് ഇവിടെ കർത്താവ് പറയുന്നതായ ഈ കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും. നമുക്കിത് ഇഷ്ടമല്ല. കാരണം നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ സ്വഭാവം നല്ല സ്വഭാവമാണ്, മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠമായ സ്വഭാവമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് ഇപ്രകാരം ഒരു കഷ്ടതയുടെ അനുഭവങ്ങളോ ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങളോ ദൈവം തരുമ്പോൾ നമുക്കത് സ്വീകാര്യമല്ല. നമ്മൾ ദൈവത്തോട് പിറുപിറുക്കുന്നു, ദൈവമേ എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? നീ അറിയാതെയാണോ ഇത് വരുന്നത്? പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും തരും. എന്തിനു വേണ്ടിയാ? നിൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കുവാൻ, നിന്നെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, നിൻ്റെ പാപ വഴികളിൽ നിന്നും നീ മാറി വരുവാൻ. അതുകൊണ്ടാണ് ഒരുവൻ്റെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടതയും ഞെരുക്കങ്ങളും ദൈവം അനുവദിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നതായൊരു കാര്യമാണ് നിരവധി ചോദ്യങ്ങൾ നാം ദൈവത്തോട് ചോദിക്കുക. ദൈവദാസന്മാർ നമ്മുടെ ഭവനത്തിൽ വരികയോ അല്ലെങ്കിൽ പേഴ്സണലി നമ്മളോട് ദൈവവചനം സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ കടന്നു വരുമ്പോൾ നമ്മൾ 100 ചോദ്യങ്ങൾ ചോദിക്കുക. ദൈവത്തോട് ഇങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിച്ചതായ അനേക ആളുകളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു മെസ്സേജ്, നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. അപ്പോൾ ദൈവം നിനക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും തരുന്നത് നിനക്ക് സ്വീകാര്യമല്ലെങ്കിലും നിന്റെ 100 ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി നിനക്ക് അധ്യാപകരെ, അവിടെ ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നിന്റെ ഉപദേഷ്ടാവ് എന്നുള്ളതിൻ്റെ മൂലപദത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം അനേക ഉപദേഷ്ടാക്കന്മാരെ
അനേക ആളുകളെ നിൻ്റെ അടുക്കലേക്ക് അയക്കും. ഇവിടെ ഈ ബഹുവചനത്തിലാണ് പറയുന്നതെങ്കിൽ പോലും ആ അയക്കുന്നത് അല്ലെങ്കിൽ ഈ ഉപദേഷ്ടാക്കന്മാരെ ദൈവം അയക്കുന്നത് നമ്മുടെ ഗുണത്തിനാണ്. എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. മറിച്ച് ദിവ്യമായൊരു സ്വഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയും. മോശയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. ഒരു എബ്രായ ഭവനത്തിൽ ജനിച്ചു. ദൈവം അവനെ മിസ്രൈമിലെ കൊട്ടാരത്തിൽ വളർത്തുമറക്കി. മിസ്രൈമിലുള്ള സകലവിധമായ ജ്ഞാനത്തിലും അവൻ കഴിവുള്ളവനായിട്ട് മാറി. എന്നാൽ പെട്ടതാണ് അവൻ്റെ ആ കൊട്ടാര ജീവിതം അവസാനിക്കുന്നത്. ദൈവം അവനെ മിദ്യാനിലേക്ക് അയച്ചു. ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം തൻ്റെ ജീവിതത്തിലുണ്ടാകുക. ഒരിക്കലും തനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതായ ഒരു ജോലിയിലേക്ക് താൻ പ്രവേശിക്കുക. എന്നാൽ അവിടെയും തൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരുന്നില്ല. മോശയ്ക്ക് ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ ലഭിക്കാനിടയായിത്തീർന്നു. ജോസഫിൻ്റെ അനുഭവം അതുപോലല്ലേ. തൻ്റെ ഭവനത്തിൽ താൻ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ട്. പൊട്ടക്കിണറിൽ വീണതായ അനുഭവങ്ങളുണ്ട്. തൻ്റെ സഹോദരന്മാരാൽ പരിഹസിക്കപ്പെട്ട അനുഭവമുണ്ട്. പക്ഷേ അവിടെയും തൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരുന്നില്ല. ദൈവം അവൻ്റെ ഉപദേഷ്ടാവായിട്ട് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അനേക ദൈവദാസന്മാരെ ദൈവം നമ്മുടെ അടുക്കിലേക്ക് അയക്കും. ഇതെല്ലാം ദൈവവുമായി ചെയ്തത്. ദൈവത്തിൻ്റെ വചനം കേൾക്കാനും നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്തുള്ള സന്ദേശങ്ങൾ കേൾക്കുവാനും ജീവിതം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് നിൻ്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ ഏത് കാര്യങ്ങളും ദൈവത്താലാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കും. ഒരു വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അപ്പോൾ നോക്കിക്കേ, എല്ലാം നന്മയ്ക്കാക്കി ദൈവം മാറ്റുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. ദൈവം നിങ്ങളോടുകൂടെയുണ്ട്. നിൻ്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ജീവിതത്തിൽ 100 ചോദ്യങ്ങൾ ചോദിക്കുന്ന പലരും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടല്ലോ. അവരോട് ദൈവത്തിൻ്റെ ആ ഹിതം, ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ വചനത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തിനായി സ്തോത്രം. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉപദേഷ്ടാവായ ദൈവത്തെ അനുഭവിപ്പാൻ ഇന്ന് പകൽ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആ ദൈവിക സാന്നിധ്യം അനുഭവിച്ച് ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളുടെയും പ്രയാസങ്ങളുടെ നടുവിൽ അവർ സന്തോഷമുള്ളവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവനായ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ശുഭദിനം നിങ്ങൾക്കായി ആശംസിക്കുന്നു. നിങ്ങൾ ദയവായിട്ട് ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കൂടുതൽ ആളുകൾ ദൈവവചനം കേൾക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.